അതെ, പറഞ്ഞിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്നാൽ പറയാൻ പറ്റാതിരിക്കാത്തതുമായിട്ടൊരു കാര്യം പറയാം. ഇൻഫോ പാർക്കിൽ നിന്ന് കാക്കനാട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇതേ ബസ്സിന് ഇതേ കണ്ടക്ടറും ഡ്രൈവറൊന്നുമല്ല, പക്ഷേ ഇതേ ബസ്സിന് ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്തൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായി ഗൈസ്. അതുപോലെ ഭയങ്കര ട്രോമയും വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് അന്നത്തെ ദിവസം. ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. വെറുതെ കാഴ്ചക്കാരായിട്ട് പ്രതിമ പോലെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവത്തൊന്നുമില്ല കേട്ടോ. അന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇയാൾ എനിക്ക് മുമ്പും അറിയാം. ഇയാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൈ നീട്ടുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ ഞരമ്പനാന്ന് കേട്ടോ. അന്ന് ഇതുപോലെ അയാൾ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഇയാളങ്ങ് തള്ളി നിൽക്കുകയാണ്. ഞാൻ നല്ല തിരക്കുള്ളതുകൊണ്ട് ഇയാൾ അറിയാതെ തട്ടിയതായിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ അല്ല, ഇയാൾ മനഃപൂർവ്വം വന്ന് ചാരി നിൽക്കുകയാണ്. ഞാൻ കുറേ നേരം ആളായിട്ട് തട്ടി. കുറേ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോഴാണ് അയാൾ മാറിയത് കേട്ടോ. അതുവരെ ഞാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു കേട്ടോ. കുറേ കാഴ്ചക്കാരായിട്ടുള്ള യാത്രക്കാർ ഇതെല്ലാം കണ്ട് രസിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രതികരിച്ചോണം. നമുക്ക് വേണ്ടിയൊന്നും ആരും കാണുമൊന്നുമില്ല. ഇത് ഈവനിങ് വന്ന ബസ്സാണ് കേട്ടോ. അതിൽ നിന്ന് നിലത്തേക്ക് കാല് ചവിട്ടിയപ്പോൾ തന്നെ ആ ബസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ പല പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. പ്രതികരിക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ തന്നെ പ്രതികരിക്കുക. പിന്നെ ഇത് കൂടെ ഞരമ്പന്മാരെയൊക്കെ ഇതുപോലെ കോഴിയെ വെട്ടുന്ന പോലെ വെട്ടണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.